മന്ത്രദീക്ഷ ഏറ്റവും ഉയർന്നൊരു ഘട്ടമാണ്. ആധ്യാത്മികത എന്ന് പറയുമ്പം തന്നെ നമ്മൾ ഊർജത്തിൽ ഉണരുക എന്നുള്ളതാണ്. നമുക്കൊരു ഊർജമുണ്ട്. ആ ഊർജം സ്പന്ദിക്കുന്ന നിമിഷം മുതൽ നമ്മൾ സ്പിരിച്വൽ അവേക്കിംഗ് പേഴ്സണായി തീരുകയാണ്. നമുക്ക് ചിലർ പറയുന്നു അവർക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രം നമ്മൾ നൽകണമെന്ന്. എനിക്ക് ദേവിയാണ് ഇഷ്ടം, എനിക്ക് നാരായണനെയാണ് ഇഷ്ടം എന്നൊക്കെ. അങ്ങനെയല്ല ഒരു ഗുരു മന്ത്രദീക്ഷ കൊടുക്കുന്നത്. നിങ്ങളുടെ ഉണർവിന്, നിങ്ങളുടെ ജീവന് ഒരായുസുണ്ട്. ആ നാഡീവ്യവസ്ഥകളെ മനസ്സിലാക്കി ഗുരു നൽകുന്ന മന്ത്രം എപ്പോഴും മോക്ഷത്തിലേക്കുള്ളതും കർമ്മത്തിൽ നിന്ന് വിമോചനപ്പെടുവാനും ആ ഒരു സാധ്യതയിൽ നിങ്ങൾക്ക് പൂർണ്ണത്വം കൈവരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലുമായിരിക്കും. നോക്കൂ, കുണ്ടലിനി ശക്തി ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണർത്താൻ സാധിക്കും. എന്നാൽ കുണ്ടലിനി എന്ന് പറയുന്നതിൻ്റെ തന്നെ അർത്ഥം ഇതാണ്. ഒരു മലമുകളുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടുന്ന പോലെ ഒരവസ്ഥയാണ് ഊർജത്തിൻ്റെ. അതിനെ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മളതിന് പാകപ്പെടാതെ നമ്മൾ അത്രയും ഒരു ഉയർന്ന ഊർജത്തിൻ്റെ ഒരു സ്പന്ദനത്തിൽ നമ്മൾ എത്തുമ്പം അതിന് പറ്റിയ രീതിയിൽ നമ്മളെ പാകപ്പെടുത്തണം കർമ്മതലത്തിൽ. അപ്പം ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് ഉയർത്താൻ സാധിക്കും. പക്ഷെ അത് പാകപ്പെട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു രീതി. നമുക്ക് പറഞ്ഞല്ലോ, ഒരു ഉയർന്ന ഊർജത്തിന് നിങ്ങളെ സ്പർശിക്കുമ്പോൾ തന്നെ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് വേണേൽ മോക്ഷം ലഭിച്ചേക്കാം. പക്ഷേ ഈ ശരീരം ഉണ്ടാവുകയില്ല. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞില്ല, ഇതൊരു ഗ്രഹണം, ഒരു ധാരണ നമുക്ക് വരണം. എന്തിനാണ് എൻ്റെ സ്പന്ദനം, എൻ്റെ ജീവൻ്റെ പൂർണ്ണത്വം എന്താണ്? അതിനൊരു താന്ത്രിക വ്യവസ്ഥ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും മന്ത്രദീക്ഷയിലൂടെ. വെറുതെ ഓം നമഃ ശിവായ, ഓം നമോ നാരായണ ജപിച്ചാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യഥാർത്ഥ ഒരു മന്ത്രദീക്ഷ എടുക്കുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണമില്ലാതെ നിങ്ങളുടെ ശരീരം പുറയിലോട്ട് വീണു പോകും. അതാണ് മന്ത്രദീക്ഷയുടെ ശക്തി. അപ്പം അത് പിന്നെ സ്പന്ദിക്കുന്നത് ഒരു താന്ത്രിക വ്യവസ്ഥയിലാണ്. ഒരു കർമ്മത്തിൻ്റെ അഴിവ് സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ധാരണയിലൂടെ പോയി നമ്മൾ പൂർണ്ണത്വത്തിലേക്ക് വരുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് കടന്നു പോകേണ്ടത് ആധ്യാത്മികതയിൽ. അതിനാണ് മന്ത്രദീക്ഷയുടെ പ്രാധാന്യം എപ്പോഴും.